വടകരയുടെ വികസന കുതിപ്പിന് പൊൻതൂവലായി മേപ്പ ഗ്രീൻ അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ലോഞ്ചിംഗ് വടകരയിൽ നടന്നു. വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശി ലോഞ്ചിംഗ് സെറമണി നിർവഹിച്ചു. പ്രകൃതിരമണീയമായ ശാന്തസുന്ദരമായ വടകര പട്ടണത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയായി മേപ്പയിലാണ് മേപ്പ ഗ്രീൻസ് അപ്പാർട്ട്മെന്റ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശി ലോഞ്ചിംഗ് സെറമണി നിർവഹിച്ചു. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം മാറിയതുകൊണ്ട് തന്നെ വീടെടുക്കാനുള്ള സ്ഥലം ലഭ്യത കുറവുള്ളത് കൊണ്ടൊക്കെ തന്നെ അപ്പാർട്ട്മെന്റുകളിലൊക്കെയാണ് നമ്മുടെ ആളുകളൊക്കെ അധികവും ഇപ്പം താമസത്തിന് സൗകര്യം കണ്ടെത്തുന്നത്. 15 ആളുകൾക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യമാണ് ഇപ്പം ഈ അപ്പാർട്ട്മെന്റിലുള്ളത്. ഭാവിയിൽ ഇനിയും ആ പ്രദേശത്ത് തന്നെ കുറേ കൂടിയും ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലേക്ക് വിപുലപ്പെടുത്തി പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിൽ ഈ സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ഈ വടകര പട്ടണത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ വളർന്നു വരുന്നതിൽ നമ്മൾക്കേറെ അഭിമാനമുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇനിയും ഏറെ കെട്ടിടങ്ങളൊക്കെ വന്ന് വടകര പട്ടണം സമ്പുഷ്ടമാകട്ടെ എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ചടങ്ങിൽ വെച്ച് ബ്രോഷർ പ്രകാശനം നഗരസഭ പ്രതിപക്ഷ ലീഡർ ഫൈസൽ മാസ്റ്റർ നിർവഹിച്ചു. പ്രോജക്ട് ടെക്നിക്കൽ വിവരണം ചീഫ് ആർക്കിടെക്ട് ഇംതിയാസ് റഹ്മാൻ നിർവഹിച്ചു. പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് വാർഡ് കൗൺസിലർ സതീശൻ മാസ്റ്റർ, മുഹമ്മദ് അലി, പി രാജൻ, മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു. ഡയറക്ടർമാരായ കണ്ടോത്ത് കുമാരൻ, സത്താർ തുണ്ടിയിൽ എന്നിവരും ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പ്ലൂവിയ പ്രോപ്പർട്ടീസ് മാനേജർ സാജു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വി രമേശൻ നന്ദി രേഖപ്പെടുത്തി. ഏറെ ആകർഷണീയമായ രീതിയിലാണ് അപ്പാർട്ട്മെന്റിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ 15ഓളം യൂണിറ്റുകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി സജ്ജമായിരിക്കുന്നത്. ഇതേ പ്രോപ്പർട്ടിയിൽ തന്നെ വില്ല പ്രോജക്റ്റുകളുടെ നിർമ്മാണ പ്രവർത്തന ചടങ്ങും ഇവിടെ വെച്ച് നടന്നു. ഇത് നമ്മളെ 2ാമത്തെ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൽ ഞാനും സത്താറും കൂടി ജോയിൻ്റ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രൊജക്റ്റും സത്താറും കൂടി തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് വടകരയിൽ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ ആരുടെ നിന്നും അഡ്വാൻസോ കാര്യങ്ങളൊന്നും വാങ്ങാതെ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രൊജക്റ്റ് അവിടെ തന്നെ നല്ല സ്റ്റാൻഡ് അലോൺ വില്ല, ഏതൊരു പാർട്ടിക്കും ഡയറക്റ്റ് റോഡും വന്ന് വില്ലയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അത് കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ എമ്യൂണിറ്റീസും കൂടി നമ്മൾ പുതിയ പ്രൊജക്റ്റിലേക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ആ പുതിയ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വടകരയിലേക്ക് ബിൽഡിങ്ങുകൾ കാരണം പലർക്കും ഒരു ധാരണയുണ്ട് വടകര ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ. പക്ഷേ വടകര അടുത്ത കാലത്തായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വടകരയുള്ള റോഡ്, നാഷണൽ ഹൈവേൻ്റെ റോഡ് ബ്ലോക്ക്, ടൗണിലേക്ക് പോകാനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണം പലരും പല വഴികളിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും വടകരയുള്ള റെയിൽവേ സ്റ്റേഷൻ മാറ്റാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും വടകരയ്ക്ക് നല്ല ഭാവിയുണ്ട്. വടകരയിൽ ഞങ്ങൾ ഇനിയും പല പ്രൊജക്റ്റുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് കക്കട്ടിൽ ഒരു മോള് പണിത് അത് വളരെ സക്സസ് ആയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്നൊരു മാളായി മാറി. നമ്മളെ പാർട്ണറാണ് ചെയ്തിരിക്കുന്നത്. വടകരയിൽ അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റാർ ഹോട്ടൽ ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അടുത്ത് തന്നെ അതിൻ്റെയും കൂടി നമ്മളെ അത് ഇനി ഒരു വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൻ്റെ മെയിൻ ആർക്കിടെക്ട് ടീം RDA ഇവിടെ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ സംരംഭങ്ങൾ വടകരയിൽ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പുതിയതെന്നല്ല, കുറച്ച് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പലതും വടകരയിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മളതിൽ മുൻകിട്ടിറങ്ങി പ്രത്യേകിച്ച് നമ്മളെ വടകര മുനിസിപ്പൽ എല്ലാവരും കൂടി നമുക്ക് അതിന് വേണ്ട സപ്പോർട്ട് കൂടുതൽ തരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. ഇന്നിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള മേപ്പ ഗ്രീൻസ് വളരെ നല്ല ക്വാളിറ്റിയോടുകൂടിയുള്ള നല്ലൊരു കൺസ്ട്രക്ഷനാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കുമരട്ടും സത്തർക്കയും കൂടിയുള്ള ഫസ്റ്റ് നമ്മുടെ വടകര മുനിസിപ്പൽ പ്രോജക്റ്റാണ്. ഇനിയും കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല വടകരയുടെ വികസനത്തിൻ്റെ ഒരു തുടക്കമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇതുവരെ വടകരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 25 വർഷം മുമ്പേയുള്ള ബിൽഡിങ്സാണ് ഇന്നും വടകര നിലനിൽക്കുന്നത്. അതിനി മാറി. ഇതുവരെ NHൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം കൊണ്ട് തന്നെ ഏകദേശം NHൻ്റെ വർക്ക് പൂർത്തീകരിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായ ധാരണ വരും എന്ത് ചെയ്യണം. അപ്പോൾ ഇനി കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളായിട്ടും മറ്റെല്ലാ ബിൽഡിങ്ങുകളായിട്ടും ഇനി അടുത്ത 5 വർഷത്തേക്കുള്ള എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം വടകരയ്ക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ്
പ്രത്യേകിച്ചും പുറത്തുള്ള ഒരു ഉദ്യോഗസ്ഥലുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യാൻ വരുമ്പോൾ ആദ്യം നോക്കുക വടകര എന്തുണ്ടെന്നാണ്. ഒരു എൻ്റർടൈൻ സ്പേസ് ഉണ്ടോ, അല്ലെങ്കിൽ താമസിക്കാൻ സ്പേസ് ഉണ്ടോ, ഇതൊക്കെ ശരിക്കും വടകര വളരെ കുറവായിരുന്നു. അതിനി അടുത്ത ഈ അങ്ങോട്ടുള്ള കാലങ്ങളിലേക്ക് മാറ്റം വരാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം റെസിഡൻസുകളും ഇവരെ അണ്ടറിൽ തന്നെ ഇപ്പം ഹോട്ടലിൽ വരുന്നുണ്ട്. ഈ പ്രോജക്റ്റിൽ തന്നെ ഈ ലാൻഡിൽ തന്നെ വില്ലകളും അതുപോലെ പുതിയ വീണ്ടും ഒരു അപ്പാർട്ട്മെൻറ്റ് കൂടി വരാൻ പോവുകയാണ്. അതുപോലെ പല മാളുകളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് അടുത്ത് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് റൺ ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത 5 വർഷം വലിയൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് വടകരക്ക് ഉണ്ടാവും. കാരണം വടകര അത്രയും സ്കോപ്പുള്ള സ്ഥലമാണ്. കാരണം എല്ലാ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോടതി ആയിക്കോട്ടെ, താലൂക്ക് ഓഫീസ് എല്ലാ ജനങ്ങളും എത്തേണ്ട ഒരു സ്ഥലമാണ് വടകര. അതുകൊണ്ട് തന്നെ വടകര ഇൻഫ്ര ഇല്ലാത്തൊരു കാരണം കൊണ്ടാണ് മാത്രമാണ് വികസിക്കാത്തത്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ള സ്ഥലങ്ങളെ ഏറെ വികസിക്കുന്ന ഒരു സ്ഥലമായി മാറുന്നത് പ്രതീക്ഷിക്കുകയാണ് വടകര.